മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിവാര ടിവി ചാനൽ ഷോ നാം മുന്നോട്ട് ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനമായി. ഇക്കാര്യം വ്യക്തമാക്കി സർക്കാർ ഉത്തരവും പുറത്തിറങ്ങി. ഉത്തരവിന്റെ പകർപ്പ് മലയാളി വാർത്തയ്ക്ക് ലഭിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലും ഷൂട്ടിങ്ങിനായും ചാനൽ സംരക്ഷണത്തിനായും കോടികൾ ചെലവിട്ട് ഇങ്ങനെയൊരു ഷോ എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ദൂരദർശൻ ഉൾപ്പെടെ 12 ചാനലുകളിലാണ് നാം മുന്നോട്ട് സംരക്ഷണം ചെയ്യുന്നത്. റിപ്പോർട്ടർ, ന്യൂസ് 18 കേരളം, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ന്യൂസ്, പീപ്പിൾസ്, മീഡിയ വൺ, കൈരളി, ഇ വിഷൻ, സിംഫണി, ജീവൻ ടിവി, ജയ്ഹിന്ദ് ടിവി, കൗമുദി ടിവി എന്നിവയ്ക്കാണ് ഒരു വർഷത്തേക്ക് കൂടി നാം മുന്നോട്ട് പരിപാടി സംരക്ഷണം ചെയ്യാൻ കരാർ നീട്ടി നൽകിയിരിക്കുന്നത്. ഓരോ മാസവും പരിപാടി സംരക്ഷണം ചെയ്യുന്ന വകയിൽ ചാനലുകൾക്ക് നൽകുന്നത് 1/2 കോടിയിലേറെ രൂപയാണ്. പരിപാടിയുടെ നിർമ്മാണ ചെലവുകൾ വേറെ. നിത്യചെലവുകൾ പോലും മദ്യ ഇന്ധന കച്ചവടത്തിലെ നികുതി വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു ടെലിവിഷൻ പരിപാടിയുടെ മറവിൽ കോടികൾ ധൂർത്തടിക്കുന്നത്. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ വാഴ്ത്തിപ്പാടലുകൾ മാത്രമാണ് നാം മുന്നോട്ട് ചാനൽ ഷോ എന്നതാണ് പ്രധാന ആരോപണം. ഇതിന്റെ പേരിൽ ഖജനാവിൽ നിന്ന് വൻതോതിലുള്ള ധൂർത്താണ് നടക്കുന്നത്. പരിപാടിക്കായി സിനിമാ നടി ദുബായിൽ താമസിക്കുന്ന ആശാ ശരത്തിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവിട്ടിരുന്നു. സർക്കാരിന്റെ പ്രതിവാര സംവാദ പരിപാടിയിലെ മുഖ്യ അതിഥിയായി ആശാ ശരത് എത്തിയതിന് 5 ലക്ഷമാണ് ചെലവാക്കിയത്. പരിപാടിയുടെ ഓരോ എപ്പിസോഡിനും 2 ലക്ഷം രൂപ പരമാവധി ചെലവ് നിശ്ചയിച്ചിരിക്കുമ്പോഴായിരുന്നു അധിക ചെലവ് വരുത്തിയത്. കേരളത്തിലേക്ക് എത്താൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റാണ് നടി ആവശ്യപ്പെട്ടത്. ഇതിന് മാത്രം 1.25 ലക്ഷം രൂപ ചെലവഴിച്ചു. താമസിക്കാൻ 5 നക്ഷത്ര ഹോട്ടൽ വേണമെന്നും നടി നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് 5 നക്ഷത്ര ഹോട്ടലിലെ പ്രീമിയം സ്യൂട്ട് റൂമാണ് ഒരുക്കിയത്. പരിപാടിക്കായി നടിയെ ഒരുക്കാൻ കൊച്ചിയിൽ നിന്ന് മേക്കപ്പ് മാനെ കൊണ്ടുവന്ന വകയിലും വലിയ തുക ചെലവായി. ഇതുപോലെ സിനിമാ താരങ്ങളായ റീമ കല്ലിങ്കലും ജോയ് മാത്യുവും പങ്കെടുത്തിരുന്ന എപ്പിസോഡുകളും സംരക്ഷണം ചെയ്തിരുന്നു. വെറും 2 ദിവസത്തെ ഷൂട്ടിങ്ങിനാണ് 5 ലക്ഷം ചെലവായത്. സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ വിദേശത്ത് താമസിക്കുന്ന നടിയെ വലിയ ചെലവിൽ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവന്നത് ശരിയല്ലെന്ന വിമർശനം ഉയർന്നിരുന്നുവെങ്കിലും ചിലവ് ചുരുക്കാൻ പരിപാടിയുടെ സംഘാടകർ തയ്യാറായിരുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലല്ല, പകരം മുഖ്യമന്ത്രിയെ മഹത്വവൽക്കരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.